സംസ്ഥാനത്തെ പ്രധാന റോഡുകൾ വികസിപ്പിക്കുന്നതിനുള്ള രൂപരേഖ പുറത്തിറക്കി തമിഴ്നാട് സർക്കാർ 1.37 ലക്ഷം കോടി രൂപ വരെ ചിലവിൽ 4543.5 കിലോമീറ്റർ റോഡ് ശൃംഖല വികസിപ്പിക്കുന്നതിനായുള്ള വിഷൻ 2035 എന്ന ബൃഹത്തായ പദ്ധതിക്കാണ് വിജയ് സർക്കാർ രൂപം നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്തെ പ്രധാന റോഡുകൾ വികസിപ്പിക്കുന്നതിനുള്ള രൂപരേഖ പുറത്തിറക്കിയിരിക്കുകയാണ് തമിഴ്നാട് സർക്കാർ ഇപ്പോൾ. 1.37 ലക്ഷം കോടി രൂപ ചിലവിൽ 4543.5 കിലോമീറ്റർ റോഡ് ശൃംഖല വികസിപ്പിക്കുന്നതിനായുള്ള വിഷൻ 2035 എന്ന ബൃഹത്തായ പദ്ധതിക്കാണ് തമിഴ്നാട് രൂപം നൽകിയിരിക്കുന്നത്. കൂടാതെ സംസ്ഥാനത്തുടനീളം 2500 കിലോമീറ്റർ ദേശീയപാതകൾ കൂടി വികസിപ്പിക്കുന്നതിനായി 1 ലക്ഷം കോടി രൂപയിലധികം നിക്ഷേപിക്കാനുള്ള പദ്ധതി നാഷണൽ ഹൈവേ അതോറിറ്റിയും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. CII തമിഴ്നാട് ഇൻഫ്രാസ്ട്രക്ചർ സമ്മിറ്റ് 2026 അവതരിപ്പിച്ച ഈ പദ്ധതികൾ വ്യവസായ മേഖലയിലേക്കുള്ള ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുക, തുറമുഖങ്ങളുമായും വിമാനത്താവളങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുക, ചെന്നൈയിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കുക, രണ്ടാം നിര നഗരങ്ങളുടെ വളർച്ചയെ സഹായിക്കുക എന്നിവ ലക്ഷ്യം വെച്ചുള്ളതാണ്. നാഷണൽ ഹൈവേ അതോറിറ്റിയും സംസ്ഥാന ഹൈവേ വകുപ്പും സംയുക്തമായി തയ്യാറാക്കിയ വിഷൻ 2035 പദ്ധതിയിൽ 4543.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള 144 ഇടനാഴികൾ ഉൾപ്പെടുന്നുവെന്നാണ് ചെന്നൈ യൂണിഫൈഡ് മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി മെമ്പർ പറയുന്നത്. ആകെ നിക്ഷേപ തുകയിൽ 84,891 കോടി രൂപ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പദ്ധതിക്കായും 52,105 കോടി രൂപയുടെ പദ്ധതികൾ സംസ്ഥാന ഹൈവേ വകുപ്പ് നടപ്പിലാക്കുന്നതിനുമായാണ് വകയിരുത്തിയിരിക്കുന്നത്. കോയമ്പത്തൂര്, മധുര, ഹൊസൂർ എന്നിവിടങ്ങളിലെ മാസ്റ്റർ പ്ലാനുകൾ ഇതിനകം തന്നെ അംഗീകരിച്ചു കഴിഞ്ഞു. തൂത്തുക്കുടിയിലെ മാസ്റ്റർ പ്ലാൻ അംഗീകാരത്തിനായി കാത്തിരിക്കുകയാണ്. വിമാനത്താവളങ്ങളിലേക്കുള്ള ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് മുൻഗണന നൽകിയിട്ടുമുണ്ട്. ഇതിനായി സംസ്ഥാന ഹൈവേ വകുപ്പ് 8 ഇടനാഴികളും NHAI 1 ഇടനാഴിയും നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രധാന പദ്ധതികളിൽ ചെന്നൈ തിരുച്ചിറപ്പള്ളി, മധുര ഗ്രീൻഫീൽഡ് ആക്സസ് കൺട്രോൾഡ് ഇടനാഴി, മധുര വയൽ ശ്രീ പെരുമ്പത്തൂർ എലിവേറ്റർ ഇടനാഴി, NH32 നാഗപട്ടണം തൂത്തുക്കുടി കന്യാകുമാരി ഭാഗം 4 വരിയാക്കൽ, കടലൂർ തുറമുഖത്തേക്കുള്ള മികച്ച ഗതാഗത സൗകര്യം, കോയമ്പത്തൂർ, സേലം, തിരുച്ചിറപ്പള്ളി എന്നിവിടങ്ങളിലെ ബൈപ്പാസ് പദ്ധതികൾ എന്നിവയും ഉൾപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.